ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ 1ാം റാങ്ക് ഉൾപ്പെടെ 100-ലധികം റാങ്കിൽ കരസ്ഥമാക്കിയ സ്ഥാപനമാണ് മാസ്റ്റർ കീ അക്കാഡമി. ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ കോഴ്സിൻ്റെ 4ാമത്തെ ബാച്ച് ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി ബുധനാഴ്ച മുതൽ മാസ്റ്റർ കീ അക്കാഡമിയിൽ ആരംഭിക്കുകയാണ്. ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ കീ അക്കാഡമിയുടെ ഫൗണ്ടറിൽ ഒരാളായ ചിന്തു സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തു സാറിനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാവുന്നതാണ്. സാർ, നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ 1ാം റാങ്ക് ഉൾപ്പെടെ തന്നെ 100-ലധികം റാങ്കുകളാണ് അക്കാഡമി കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏറ്റവും മികച്ച റിസൾട്ട് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് എന്തൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒന്ന് പറയാമോ? അതായത് കഴിഞ്ഞ 2024 ഡിസംബറിലാണ് നമ്മുടെ ഡയറി ഫാമിൻ്റെ റിസൾട്ട് വന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ റിസൾട്ട് വന്നത്. അപ്പം റിസൾട്ട് വന്നപ്പോൾ ഏകദേശം ഒരു 240-250 പേർക്ക് ഏകദേശം മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. 240 ലിസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഏകദേശം 100-ലധികം നമ്മുടെ കുട്ടികളായിരുന്നു മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നത്. 100-ലധികം. അത് തന്നെ വലിയൊരു കാര്യമല്ലേ? അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ ടോട്ടൽ ഈ എക്സാം സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ ആപ്ലിക്കൻ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ കോച്ചിങ് കൊടുക്കുന്ന ഇഷ്ടംപോലെ സ്ഥാപനമുണ്ട്. പക്ഷേ നമുക്ക് തന്നെ മാസ്റ്റർ കീക്ക് തന്നെ 100-ലധികം ഉദ്യോഗാർത്ഥികളെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ പറ്റിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ്, ഞങ്ങളുടെ ഒരു ഹാർഡ് വർക്കാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമുക്ക് സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറി ഫാമിൻ്റെ ഫിസിക്സ് ഉണ്ട്, അതുപോലെ കെമിസ്ട്രി ഉണ്ട്, അതുപോലെ സുവോളജി, ബോട്ടണി, ഡയറി സയൻസ്, മാത്സ്. അതായത് +2-ലെ സയൻസ് ബേസ് ചെയ്തുള്ള സിലബസാണ് ഫുള്ള്. മിക്ക ടോപ്പുകൾ +2 സയൻസ് ബേസ് ചെയ്ത്. അപ്പോൾ നമുക്കത് ഫിസിക്സിൻ്റെ മൊഡ്യൂളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ മൊഡ്യൂൾസും നമ്മൾ പെട്ടെന്ന് കവർ ചെയ്തു. ഫിസിക്സിൻ്റെ ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, എല്ലാം. അപ്പോൾ അതുപോലെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ മൊഡ്യൂളിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അത് നമ്മൾ മാക്സിമം. അപ്പോൾ അത് വളരെ പ്രയോജനം ചെയ്തു. നമ്മൾ ആ എക്സാമിന് ശേഷം നമുക്ക് യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് എത്രത്തോളം വിജയകരം ആരെന്ന് ചോദിക്കാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ അടിയിൽ വന്ന് കുട്ടികളൊരു അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമ്മൾ കുട്ടികൾ വന്ന് ഭയങ്കര രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതായത് നമ്മുടെ ആ MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നല്ല രീതിയിൽ അവർക്ക് പ്രയോജനം ചെയ്തു. നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഏകദേശം ഒരു 100 ചോദ്യം ഉണ്ടെങ്കിൽ ഒരു 70+ നമ്മൾ ഡയറക്റ്റ് ചോദ്യമായിരുന്നു. നമ്മൾ കൊടുത്ത ഡയറക്റ്റ് ചോദ്യമായിരുന്നു. അതേപോലെ തന്നെ ഡയറി സയൻസ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു കോർ സബ്ജക്ട് എന്ന് വെച്ചാൽ ഡയറി സയൻസ്. ഒരു 20 മാർക്ക് ഡയറി സയൻസ് ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സയൻസ് സബ്ജക്റ്റുകൾ ആർക്കും എടുക്കാൻ പറ്റും, പക്ഷേ ഈ ഡയറി സയൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ ബോട്ടണി, സുവോളജി, മാത്സ് എല്ലാം കൂടെ 80 മാർക്ക്. ഇപ്പൊ ഡയറി സയൻസിന് മാത്രം 20 മാർക്ക് ഉണ്ട്. അപ്പൊ 20 മാർക്കിൽ നമുക്ക് ഒരു 15 മാർക്ക് കിട്ടിയാൽ നമുക്ക് 1ാം റാങ്കിലേക്ക് എത്താം. അപ്പൊ ഇതിന് നല്ല രീതിയിൽ നമ്മൾ ക്ലാസ് കൊടുത്തായിരുന്നു. ഓരോ മൊഡ്യൂൾ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തു. അത് ഭയങ്കര ഗുണം ചെയ്തു. PDF നോട്ട്സ് ഉണ്ടായിരുന്നു, അവർക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടായിരുന്നു, ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തന്നെ മാക്സിമം ക്ലാസ് കൊടുത്തു. ഏകദേശം യൂട്യൂബിൽ തന്നെ ഡെമോ ക്ലാസ്സുകൾ 100-ലധികം ഡെമോ ക്ലാസ്സുകൾ നമ്മൾ പബ്ലിക്കായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇപ്പം 1ാം റാങ്ക് എത്തിയ കുട്ടിയുടെ പേരെന്തായിരുന്നു? സുമയ. അപ്പൊ ഇപ്പൊ ഇത്രയും കുട്ടികള് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോഴത്തേക്കും ഈ 1ാം റാങ്ക് എത്തണമെങ്കിൽ ഒരു എക്സ് ഫാക്ടർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു എക്സ് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് 1ാം റാങ്ക് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ അങ്ങനെ ഒരു എക്സ് ഫാക്ടർ ഒരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടപ്പോൾ നമ്മളോട് തന്നെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, സാറേ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലാസ് വേണം. അപ്പൊ നമ്മളൊരു തീരുമാനം എടുത്തു, നമ്മുടെ ടീം മാസ്റ്റർക്ക് ഒരു തീരുമാനം എടുത്തു, അവർക്ക് ഇന്റർവ്യൂ ക്ലാസ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ബാക്കിയുള്ള സ്ഥാപനങ്ങളൊന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇന്റർവ്യൂ ക്ലാസ് പ്രൊവൈഡ് ചെയ്തത്. അങ്ങനെ സുമയ്ക്ക് ഏകദേശം ഒരു 1-2 മാർക്ക് അഡീഷണൽ 2ാം റാങ്ക് കിട്ടിയ കുട്ടിയേക്കാൾ അഡീഷണൽ വന്നു. നമ്മൾ ഇന്റർവ്യൂ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഇന്റർവ്യൂവിന് നമ്മുടെ ഏറ്റവും മികച്ചൊരു സാറാണ് നമുക്ക് ഇന്റർവ്യൂ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ സാറിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറാണ്. മാസ്റ്റർക്ക് ഇന്റർവ്യൂ ക്ലാസ്സിനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയ്ക്ക് നല്ല ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ സുമയ്ക്ക് ഒരു 2 മാർക്ക് അഡീഷണൽ ബാക്കിയുള്ള കുട്ടിയെക്കാട്ടി അഡീഷണൽ കിട്ടി. അതുകൊണ്ടാണ് ഒരു ദൈവഭാഗ്യം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചു. അത് കൂടാതെ 100-ലധികം ഉദ്യോഗാർത്ഥികളെ നമുക്ക് മെയിൻ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ സാധിച്ചു. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലായി, സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്, ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റല്ല, സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അപ്പോൾ ഏറ്റവും മികച്ച റിസൾട്ടാണ് മാസ്റ്റർ കീ അക്കാഡമി കിട്ടിയത്.
അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്ന പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പലരും വിളിച്ചിട്ട് ഡിഗ്രി എടുത്തവർക്ക് ആണോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണ് ആ ഒരു ക്വാളിഫിക്കേഷനെ കുറിച്ചൊന്ന്? ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 1 ലക്ഷം കൂടുതൽ ആപ്ലിക്കൻ്റ് ഉണ്ടായിരുന്നല്ലോ, 1 ലക്ഷത്തിൽ കൂടുതൽ ആപ്ലിക്കൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് +2 സയൻസ് മസ്റ്റായിട്ട് പഠിക്കണം. +2 സയൻസ്. അപ്പോൾ +2 സയൻസ് പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ എനി ഡിഗ്രി, ഏത് ഡിഗ്രി വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഡിഗ്രി എടുക്കാം, കൊമേഴ്സ് ഡിഗ്രി എടുക്കാം, സയൻസ് സബ്ജക്റ്റ് ഏതും ഡിഗ്രി എടുക്കാം, ബിടെക്കാർക്ക് പറ്റും, എംടെക്കാർക്ക് പറ്റും, അങ്ങനെ ഒന്നുമില്ല. +2 സയൻസ് പഠിച്ചിരിക്കണം, അതിൻ്റെ കൂടെ എനി ഡിഗ്രി. അതുകൊണ്ട് തന്നെയാണ് ഈ 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ആപ്ലിക്കൻ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 250 വേക്കൻസിക്ക് വരും. ഓക്കെ. അപ്പോൾ നല്ല വേക്കൻസി ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു 3-4 മാസത്തിനുള്ളിൽ ഏകദേശം വരും. ഓക്കെ. അതുപോലെ തന്നെ ചോദിക്കണമെന്ന് കരുതിയ ഒരു ചോദ്യമാണ്, കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. നമ്മളിപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി എന്ന് പറഞ്ഞാൽ ഏത് കോഴ്സ് ഉണ്ടോ ആ കോഴ്സിന് എല്ലാം റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ കോഴ്സിന് റാങ്ക് ഫയൽ ഉണ്ടോ എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. റാങ്ക് ഫയൽ അപ്പം അത് കുട്ടികളുടെ ഒരു അഭ്യർത്ഥന പ്രമാണിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് എന്ന് വെച്ചാൽ സാറിന് അറിയാമായിരിക്കും, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, അപ്പോൾ എല്ലാ ഡയറി സയൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ടോപ്പിക്കിൻ്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഓരോ മൊഡ്യൂൾ വെച്ചിട്ട്. ഫിസിക്സിൻ്റെ തന്നെ ഏകദേശം ഒരു 14-15 മൊഡ്യൂളുണ്ട്. അപ്പോൾ ആ 15 മൊഡ്യൂളിൻ്റെയും സെപ്പറേറ്റ് മൊഡ്യൂൾ വെച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ ഒരു ചോദ്യം, അതിൻ്റെ 4 ഓപ്ഷൻ, അതിൻ്റെ ആൻസർ, അത് ഇപ്പോൾ കേരള PSCയുടെ പുതിയ രീതി അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകിച്ച് ഡയറി സയൻസിൻ്റെയൊക്കെ നല്ല ഉപയോഗമായിരിക്കും. അതായത് അതാരും നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഡയറി സയൻസിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാവോ അത്ര റാങ്ക് മുന്നോട്ട് പോകും. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് റാങ്ക് ഫയൽ ആയിരിക്കും കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഫീസ് കുട്ടികൾക്ക് ഫീസ് നമ്മളൊരു ഫീസ് മേടിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസാണ്. ആ ഫീസ് പ്രത്യേകിച്ച് റാങ്ക് ഫയലിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഇല്ല, റാങ്ക് ഫയൽ തികച്ച് സൗജന്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റാങ്ക് ഫയലാണ്. നമ്മുടെ ഈ കോഴ്സ് ആര് പർച്ചേസ് ചെയ്യുന്നു അവർക്ക് റാങ്ക് ഫയൽ കൊടുക്കുന്നത്. അങ്ങനെ. അപ്പൊ നമ്മളിപ്പം ഇതുവരെ 3 ബാച്ച് ക്ലാസ് ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 4ാമത്തെ ബാച്ച് ഏപ്രിൽ 1-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ ഈ പുതിയ ബാച്ചിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ള അവരോട്? അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത് നമുക്കൊരു എൻക്വയറി വിളിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർ ചോദിക്കുന്ന സാറേ നമുക്ക് നേരത്തെ ബാച്ച് കൊടുത്തിട്ട് ക്ലാസ് നമുക്ക് നഷ്ടപ്പെടുമോ? അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്തൊന്നുമില്ല. അവർക്ക് കൊടുത്ത ക്ലാസ് എന്താണോ അത് തന്നെ ആയിരിക്കും, അതിനെക്കാട്ടി കൂടുതൽ കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് മിസ്സാകത്തില്ല. അതിന്റെ കൂടെ തന്നെ നമ്മൾ ടോപ്പിക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് കാണും, ലൈവ് ക്ലാസ് കാണും, അതുപോലെ പ്രിന്റ് ഔട്ട് PDF നോട്ട്സ് കാണും, വീക്കിലി സ്റ്റഡി പ്ലാൻ വെച്ചുള്ള വീക്കിലി എക്സാം കാണും, അതുപോലെ ഡെയിലി എക്സാം കാണും. അതേപോലെ തന്നെ നമുക്കൊരു ഫുൾ ടൈം മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഫുൾ ടൈം ഒരു മെന്റർഷിപ്പ് ഉണ്ട്. മോഡൽ എക്സാം കണ്ടിന്യൂസ് നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ എക്സാം എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 20 മോഡൽ എക്സാം എങ്കിലും നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ 20 മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ 20 × 100 ഏകദേശം 2000 ചോദ്യം അവരിലേക്ക് കിട്ടുമോ? അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വട്ടം ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ഈ 100-ലധികം ഉദ്യോഗാർത്ഥികളെ മെയിൻ റാങ്ക് ലിസ്റ്റ് നമുക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ ഈ അഡ്മിഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് അവരോട് തന്നെ സാർ പറയും. അപ്പം അഡ്മിഷൻ്റെ കാര്യത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാവർക്കും ഉള്ളൊരു അഡ്വൈസാണ്, നമുക്ക് ഡയറി സയൻസ് ഉണ്ട്. ഡയറി സയൻസ് ഒരു 20 മാർക്കിനുണ്ട്. അപ്പോൾ ആരും വെയിറ്റ് ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന +2 സയൻസ് ആണ് നമുക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും ഈ ഡയറി സയൻസ് മിക്കവർക്കും കിട്ടത്തില്ല. അത് ഇച്ചിരി ടൈറ്റ് സബ്ജക്റ്റാണ്. ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും മാത്സും ഒക്കെ നമുക്ക് ക്ലാസ് കൊണ്ട് കിട്ടും. പക്ഷേ ഡയറി സയൻസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്ലാസ് മാത്രം പോരാ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം. നമ്മൾ എത്രയോ ഡിലേ ആക്കുന്നോ അത്രത്തോളം നമ്മൾ റാങ്ക് ലിസ്റ്റ് പുറന്നോട്ട് പോകും. അപ്പോൾ എത്രയും സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.